ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് മൊഡ്യൂൾ 4 ആണ് പഠിക്കുന്നത്. മൊഡ്യൂൾ 4 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഗ്രീൻസ് തിയറം. അതായത് ഇന്റഗ്രേഷന്റെ ആപ്ലിക്കേഷൻ ആണ് ഈ ഒരു മൊഡ്യൂളിനകത്ത് നമ്മൾ പഠിക്കുന്നത്. ഈ മൊഡ്യൂളിനകത്ത് നമ്മൾ ടോപ്പിക്സ് ഏതൊക്കെയായിരുന്നു? ഗ്രീൻസ് തിയറം ഉണ്ട്, സർഫസ് ഇന്റഗ്രൽ ഉണ്ട്, സ്റ്റോക്സ് തിയറം ഉണ്ട്, പിന്നെന്താണ് ഡൈവർജൻസ് തിയറം ഉണ്ട്, ഗോസ് ഡൈവർജൻസ് തിയറം. ചെറിയൊരു മൊഡ്യൂളാണ്, അത്യാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്ന ഒരു മൊഡ്യൂളാണിത്. ഇതിനകത്ത് ഈ സ്റ്റോക്സ് തിയറവും ഡൈവർജൻസ് തിയറവും ഒക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഗ്രീൻസ് തിയറം റിപ്പീറ്റഡ് ആണ്, എ പാർട്ടിലൊക്കെ ചോദിക്കുന്ന റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിനകത്ത് ഈ ഗ്രീൻസ് തിയറത്തിനകത്ത് നമുക്കറിയാം, ഗ്രീൻസ് തിയറത്തിനകത്ത് എന്തൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം? ഗ്രീൻസ് തിയറത്തിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻസുകൾ ഗ്രീൻസ് തിയറം വെരിഫൈ ചെയ്യാൻ ചോദിക്കാം, വെരിഫൈ ഗ്രീൻസ് തിയറം എന്ന് പറഞ്ഞു ചോദിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇവാലുവേറ്റ് ദ ഇന്റഗ്രൽ എന്ന് പറഞ്ഞിട്ട് ചോദിക്കാം, ഇവാലുവേറ്റ് ദ ഇന്റഗ്രൽ. ഇതെല്ലാം നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഏരിയ കാണാനുള്ള പ്രോബ്ലം, ഏരിയ അണ്ടർ ദ കർവ് എന്ന് പറഞ്ഞിട്ട്, ഏരിയ അണ്ടർ ദ കർവ് എന്ന് പറഞ്ഞു. പിന്നെ വർക്ക് ഡൺ കാണാൻ ചോദിക്കാം, ഗ്രീൻസ് തിയറം വെച്ചിട്ട് വർക്ക് ഡൺ കാണാനുള്ള പ്രോബ്ലം ചോദിക്കാം. വർക്ക് ഡൺ കാണുന്നൊക്കെ പ്രോബ്ലം പാർട്ട് ബിയിലേ ചോദിച്ചിട്ടുള്ളേ, ഏരിയയുടെ ഒക്കെ പ്രോബ്ലം പാർട്ട് എയിൽ ചോദിക്കുവേ. ഇവാലുവേറ്റും പാർട്ട് എയിൽ ചോദിക്കാറുണ്ട്, ചെറിയ ക്വസ്റ്റ്യൻ അത്. ഈ വെരിഫൈ ചെയ്യാനുള്ളതൊക്കെ പാർട്ട് ബിയിൽ ചോദിക്കുന്നതാണ്, അത് ലെങ്തി പ്രോബ്ലംസ് ആണ്. അപ്പൊ ഞാൻ ജസ്റ്റ് അതിന്റെ കുറച്ച് കാര്യങ്ങൾ പറയാം. ഈ സർഫസ് ഇന്റഗ്രലും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. സ്റ്റോക്സ് തിയറം ഡൈവർജൻസ് തിയറം അത് ഞാൻ പഠിപ്പിക്കുമ്പോൾ പറയാം. ഗ്രീൻസ് തിയറത്തിനെ പറ്റി പറയുകയാണെങ്കിൽ, ഗ്രീൻസ് തിയറത്തിന്റെ ഫോർമുലയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇന്റഗ്രൽ ഓവർ സി എ എഫ് ടി എക്സ് പ്ലസ് ജി ഡി വൈ ഇസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡോ ജി ബൈ ഡോ എക്സ് മൈനസ് ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു ഡി എക്സ് ഡി വൈ. ഓക്കെ, ഡി എക്സ് ഡി വൈ എന്ന് പറയുന്നത് എന്താണ്? ഡി എ ആണ്, ഡി എ ഏരിയ. ഓക്കെ, ഏരിയ കാണാനായിട്ടാണ് നമ്മൾ ഗ്രീൻസ് തിയറം ഉപയോഗിക്കുന്നത്, മെയിനായിട്ട് ആപ്ലിക്കേഷൻ വരുന്നത്. അപ്പൊ ഇതിനകത്ത് പാർട്ട് എ ബിയിലൊക്കെ നേരത്തെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതിക്കും, ജസ്റ്റ് നോട്ട് ചെയ്താൽ മതി. ഗ്രീൻസ് തിയറത്തിന്റെ പ്രോബ്ലം ആണ്. ഇന്റഗ്രൽ ഓവർ സി എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ഡി എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ഡി വൈ വേർ സി ഈസ് ബൗണ്ടഡ് ബൈ വൈ ഈസ് ഈക്വൽ ടു എക്സും വൈ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഇവാലുവേറ്റ് വെരിഫൈ ചെയ്യാനാണ്, വെരിഫൈ ചെയ്യാൻ. അതായത് വെരിഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എൽ എച്ച് എസ് ഇസ് ഈക്വൽ ടു ആർ എച്ച് എസ് എന്ന് പ്രൂവ് ചെയ്യാൻ. ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര തവണ ചോദിച്ചാ? 2017 ചോദിച്ചിട്ടുണ്ട്, 2018 ചോദിച്ചിട്ടുണ്ട്, 2023 ചോദിച്ചിട്ടുണ്ട്, ഇതിന്റെ ഇടയിൽ 2021 പഴയ സ്കീമിൽ ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇത്രയും തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ ഗ്രീൻസ് തിയറത്തിന്റെ ഫസ്റ്റ് ക്ലാസ്സിൽ തുടക്കത്തിലുള്ള ക്വസ്റ്റ്യൻ ആയി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. പാർട്ട് ബിയില് 5 മാർക്കിന് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നോട്ട് ചെയ്ത് വെക്കുക, നോട്ട് ചെയ്ത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോട്ട് ചെയ്തു. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് എ പാർട്ട് ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ബൈ ഗ്രീൻസ് തിയറം evaluate integral over c 3x plus y dx plus 2x plus y dy. C is the circle, x square plus y square is equal to a square. ഓക്കെ, ഈ മോഡലിലൊക്കെ പാർട്ട് എയിൽ ചോദിക്കുന്നതാണ്. പാർട്ട് എയിലെ മൂന്നാമത്തെ മറ്റൊരു ക്വസ്റ്റ്യൻ എഴുതിക്കൂ. ഇതും ഇതേപോലെ തന്നെയാണ്, ഫംഗ്ഷൻ മാത്രമേ മാറുന്നുള്ളൂ. സെയിം ക്വസ്റ്റ്യൻ ആണ്. ഇന്റഗ്രലിന്റെ ഫംഗ്ഷൻ എന്താ? ഇന്റഗ്രൽ ഓവർ സി എക്സ് ഡി വൈ മൈനസ് വൈ ഡി എക്സ് ആണ്. സി എന്ന് പറയുന്നത് സർക്കിൾ തന്നെയാണ്, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ എന്ന് പറയുന്ന സർക്കിൾ ആണ്. നോട്ട് ചെയ്ത് വെച്ചോണേ. ഇനി നമ്മൾ മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൂവ് ചെയ്യാനാണ്. ഏരിയ യൂസിങ് ഡബിൾ ഇന്റഗ്രേഷൻ വെച്ചിട്ടുള്ള പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ അപ്ലൈയിങ് Green's theorem, prove that the area bounded by a simple curve C is 1/2 integral over C x dy minus y dx, and hence find the area of the ellipse. Find the
ഏരിയ ഓഫ് ദ എലിപ്സ്. ഈക്വേഷൻ നോട്ട് ചെയ്ത് വെച്ചാണ്. ഈക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും പ്രോബ്ലം കേട്ടോ. ഇതൊക്കെ പാർട്ട് എയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മൾ ക്ലാസ്സിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ പഠിപ്പിച്ചിട്ടുള്ള ഒരു ട്രയാങ്കിളിന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. അതൊക്കെ നിങ്ങൾ എഴുതി പഠിക്കുക കേട്ടോ. പിന്നെ നമ്മൾ മറ്റേ ആ പോളാർ ഫോമിലോട്ട് കൺവെർട്ട് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസിക്കൽ എ സ്ക്വയർ ജൂലൈ 2017 ചോദിച്ചിട്ടുള്ളത്. അത് നിങ്ങൾ നോക്കുക. പിന്നെ ലോഗിന്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ളത്, അതായത് ഇന്റഗ്രൽ ഓവർ സി എ ലോഗ് ഓഫ് 1 പ്ലസ് വൈ എ ഡി എക്സ് മൈനസ് എക്സ് വൈ എ 1 പ്ലസ് വൈ എ ഡി വൈ എ. ഓക്കെ, ഇതും നോക്കുക. ഇതിന്റെ ഇതും ട്രയാങ്കിൾ ആയിരുന്നു. 0 0 2,0 0,4 എന്ന് പറയുന്ന ട്രയാങ്കിളിൽ ചെയ്യാനാണ്. വേർ സി ഈസ് ദ ട്രയാങ്കിൾ. സി എന്ന് പറയുന്ന ട്രയാങ്കിൾ ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചോദിച്ചിട്ടുണ്ട്. നേരത്തെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ മറ്റേ ആ ഒരു എന്താണ് y ഈക്വൽ എക്സ് സ്ക്വയർ എക്സ് ഈക്വൽ വൈ സ്ക്വയർ വരുന്ന ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. വെരി ഇമ്പോർട്ടന്റ് ആയിട്ട് ഉള്ള പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞ യൂസിങ് ഗ്രീൻസ് തിയറം ഇവാലുവേറ്റ് ഇന്റഗ്രൽ ഓവർ സി എ എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ഡി എക്സ് എക്സ് സ്ക്വയർ ഡി വൈ എ where C is the boundary of the region bounded by y is equal to x square and x is equal to y square. നോട്ട് ചെയ്ത് വെക്കുക. ഇത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. -3/20 ഒക്കെ ആൻസർ കിട്ടുന്ന ക്വസ്റ്റ്യൻ. പിന്നെ വർക്ക് ഡണ്ണിൻ്റെത് നമ്മൾ കുറെ പ്രോബ്ലം ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ വർക്ക് ഡൺ ഞാൻ ക്വസ്റ്റ്യൻ എഴുതുന്നില്ല. വർക്ക് ഡൺ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ബുക്കിലുണ്ടല്ലോ. ഓക്കെ, ടാൻ ഇൻവേഴ്സിന്റെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടോ എന്ന് തോന്നുന്നു. അത് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. വർക്ക് ഡണ്ണിന്റെ പ്രോബ്ലം ആണ് എക്സാമിന് പാർട്ട് ബിയിൽ എപ്പോഴും ഇടയ്ക്കിടയ്ക്കൊക്കെ ചോദിക്കുന്ന പാർട്ട് ബിയിൽ വർക്ക് ഡണ്ണിന്റെ പ്രോബ്ലം ആണ്. വർക്ക് ഡണ്ണ് ബൈ ഗ്രീൻസ് തിയറം. പാർട്ട് ബിയിൽ ചോദിക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതി പഠിക്കുക. ഇനി നമ്മുടെ ചലഞ്ച് കോഴ്സിലെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പം എഴുതിക്കാം. മൊഡ്യൂൾ 4 ചലഞ്ച് കോഴ്സിലെ ക്വസ്റ്റ്യൻ ആണ്. പാർട്ട് എയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ, പാർട്ട് എ 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഫൈൻഡ് ദ ഫ്ലക്സ് ഓഫ് ദ വെക്ടർ ഫീൽഡ്. Flux of the vector field vector f of x y z is equal to xk over the upward oriented square surface sigma in the xy plane described by 0 less than x less than or equal to 2, 0 less than y less than or equal to 2. ഓക്കെ, ഫ്ലക്സ് കാണാനുള്ളതാണ് പാർട്ട് എയിൽ ചോദിച്ചിട്ടുള്ളത്. 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഫ്ലക്സിന്റെ ഫോർമുല അറിയാമല്ലോ. ഫ്ലക്സ് എങ്ങനെ കാണുന്നത്? ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ എസ് എഫ് ഡോട്ട് എൻ ക്യാപ്പ് ഡി എസ് ആണ്. ഓക്കെ, എൻ ക്യാപ്പ് എന്ന് പറയുന്നത് അറിയാലോ, ഡയറക്ഷൻ ആണ്. ഇവിടെ എക്സ് വൈ പ്ലെയിൻ ആകുമ്പോഴത്തേക്ക് എൻ ക്യാപ്പ് എന്താ? എക്സ് വൈ പ്ലെയിനിലുള്ള എൻ ക്യാപ്പിന്റെ ഫോർമുല എന്താ? എൻ ക്യാപ്പ് എന്താ? ഫോർമുല അല്ല, എൻ ക്യാപ്പ് എന്താ? കെ ആണ്. ഓക്കെ, കെ ക്യാപ്പ്. ഓക്കെ, വെക്ടർ എഫ് അറിയാമല്ലോ. വെക്ടർ എഫ് ഇവിടെ തന്നിട്ടുണ്ട്, എക്സ് കെ തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ എഴുതിക്കോട്ടെ സൊല്യൂഷൻ. ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ എസ് വെക്ടർ എഫ് ഡോട്ട് എൻ ക്യാപ്പ് ഡി എസ്. വെക്ടർ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രലിനകത്ത് എക്സ് കെ ഡോട്ട് എൻ ക്യാപ്പ് വെക്ടർ കെ എ ഡി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡി എക്സ് ഡി വൈ ആണ്. ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഫസ്റ്റ് ടൈമിന്റെ കെ കമ്പണന്റും സെക്കൻഡ് ടൈമിലെ കെ കമ്പണന്റും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ എന്ത് കിട്ടുന്നത്?
എക്സ് ഇൻറ്റു സെക്കൻഡ് ടൈമിൽ എന്താ 1 അല്ലേ, കെയുടെ കൂടുതൽ ടൈം എന്താ 1 അല്ലേ, എക്സ് ഇൻറ്റു 1 എന്താ എക്സ്, എക്സ് ഡി എക്സ് ഡി വൈ എന്ന് കിട്ടുന്നു. ഓക്കെ, ഞാൻ ഇപ്പോൾ ഈ ഓർഡർ എഴുതിയേക്കുന്നത് ഡി എക്സ് ഡി വൈ എന്നാണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് എഴുതാം. ഇവിടെ എക്സ് വേരിയസ് ഫ്രമും വൈ വേരിയസ് ഫ്രം എന്താ, എക്സ് വേരിയസ് ഫ്രം എന്താ തന്നേക്കുന്നത് 0 to 2 ആണ്, വൈ വേരിയസ് ഫ്രം എന്താ തന്നേക്കുന്നത് 0 to 2 ആണ്. അപ്പൊ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ഓർഡറുകൾ മാറ്റം വരുത്താവുന്നതാണ്. ഇപ്പൊ 0 to 2 ഞാനിപ്പോ ഡി എക്സ് ഡി വൈ എന്ന് പറയുന്ന ഓർഡറിൽ തന്നെ ഞാൻ ചെയ്തു പോവാം. ലിമിറ്റുകൾ തന്നിട്ടുണ്ട് അതുകൊണ്ട്. അപ്പൊ 0 to 2 ഞാൻ ആദ്യം അപ്പോൾ ഡി എക്സ് ആണ് എഴുതിയത്. അപ്പൊ എക്സിന്റെ ഇന്റഗ്രൽ എന്താണ്, എക്സ് സ്ക്വയർ ബൈ 2 0 to 2 dy വിച്ച് ഈസ് ഈക്വൽ എന്ത് കിട്ടുന്നു, അപ്പർ ലിമിറ്റ് എന്താണ് 2, ലോവർ ലിമിറ്റ് 0 അല്ലേ, അപ്പൊ 2 സ്ക്വയർ ബൈ 2 0 to 2 2 സ്ക്വയർ ബൈ 2 dy വെട്ടിക്കള, അപ്പൊ 2 കിട്ടുന്നു. 2 ഇൻറ്റു 0 to 2 dy വിച്ച് ഈസ് ഈക്വൽ എന്ത് കിട്ടുന്നു, എന്ത് കിട്ടും 2 ഇൻറ്റു dy എന്താണ് y അല്ലേ, 0 to 2 എന്ത് കിട്ടും, ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോഴത്തേക്കും അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോഴത്തേക്കും 2 മൈനസ് 0 കിട്ടും. അപ്പൊ 2 ഇൻറ്റു 2 മൈനസ് 0 2 ഇൻറ്റു 2 4. ഓക്കെ, അപ്പൊ 4 എന്നാണ് ആൻസർ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് പാർട്ട് എയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത് സ്റ്റേറ്റ് ചെയ്യാനാണ്. സ്റ്റേറ്റ് ഗോസ് ഡൈവർജൻസ് തിയറം. സ്റ്റേറ്റ് ഗോസ് ഡൈവർജൻസ് തിയറം എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഈ സ്റ്റേറ്റ് ചെയ്യാനായിട്ട് ഗ്രീൻസ് തിയറവും സ്റ്റേറ്റ് ചെയ്യാനായിട്ട് ചോദിക്കാം കേട്ടോ. അപ്പൊ നിങ്ങളത് ഗ്രീൻസ് തിയറവും കൂടെ പഠിക്കേണ്ടതാണ്. ഇനി നമുക്ക് വേഗം പാർട്ട് ബിയിലേക്ക് പോകാം. പാർട്ട് ബിയിലേക്ക് വരുമ്പോഴത്തേക്ക് പാർട്ട് ബിയിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നത്, പാർട്ട് ബിയിൽ ഒരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്, ഒരു 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ അതില് ഒരു 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ലെറ്റ് സിഗ്മ ബി ദ portion of the surface z is equal to 1 minus x square minus y square that lies above the xy plane and oriented upwards. Find the flux of the vector field vector f of xyz is equal to xi plus yj plus zk across sigma. ഓക്കെ, ഇവിടെ എക്സ് വൈ പ്ലെയിൻ ആണ് തന്നേക്കുന്നത്. എക്സ് വൈ പ്ലെയിൻ നമുക്കറിയാം, ഫ്ലെക്സിന്റെ ഫോർമുല അറിയാമല്ലോ. ഫ്ലെക്സ് എങ്ങനെ കാണുന്നത്, ഫ്ലെക്സ് ഫൈ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ സിഗ്മ എഫ് ഡോട്ട് എൻ ക്യാപ്പ് ഡി എസ് എന്ന് പറയുന്ന ഫോർമുല ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, ഡൈവർജൻസ് തിയറം ഉപയോഗിച്ചിട്ട് ഫ്ലെക്സ് കാണാം, അറിയാമല്ലോ. ട്രിപ്പിൾ ഇന്റഗ്രൽ വരുമ്പോഴത്തേക്ക് ഡൈവർജൻസ് തിയറം ഉപയോഗിക്കാം. നമ്മളത് ക്ലാസ്സിൽ ചെയ്തിട്ടുള്ളതാണ്. ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യുന്നത്, ഇവിടെ വെക്ടർ എഫ് തന്നിട്ടുണ്ട്, എൻ ക്യാപ്പ് നമുക്കറിയില്ല, എൻ ക്യാപ്പിന് പകരം അവർ തന്നിട്ടുണ്ടല്ലേ ഓറിയന്റഡ് അപ്വാർഡ് എന്ന് തന്നിട്ടുണ്ടല്ലേ. അപ്വാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ ക്യാപ്പിന്റെ ഫോർമുല ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ്, ഓർക്കുന്നുണ്ടോ? എൻ ക്യാപ്പിന്റെ ഫോർമുല എന്തായിരുന്നു, അപ്വാർഡ് വരുമ്പോൾ എഴുതുവാണ് എൻ ക്യാപ്പ് ഈസ് ഈക്വൽ ടു മൈനസ് ഡോ ഇസഡ് ബൈ ഡോ എക്സ് ഐ മൈനസ് ഡോ ഇസഡ് ബൈ ഡോ വൈ ജെ പ്ലസ് കെ. ഓക്കെ, ഡി എസ് അറിയാമല്ലോ, ഡി എസ് എന്താ, ഡി എക്സ് ഡി വൈ ആണ്. ഇനിയിപ്പോ നമുക്ക് ചെയ്യാം. ഇസഡ് എന്താ, ഇവിടെ നമുക്ക് ക്വസ്റ്റിനകത്ത് അവർ തന്നേക്കുന്നത് ഇസഡ് ഈസ് ഈക്വൽ ടു 1 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണ് തന്നേക്കുന്നത്. ഇസഡ് ഈസ് ഈക്വൽ ടു 1 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. അപ്പൊ ഈ എൻ ക്യാപ്പിനകത്ത് കൊടുക്കാനുള്ള ഡോ ഇസഡ് ബൈ ഡോ എക്സ് കണ്ടുപിടിക്കണ്ടേ. അപ്പൊ ഡോ ഇസഡ് ബൈ ഡോ എക്സ് എന്ത് കിട്ടുന്നു, മൈനസ് 2x എന്നും, ഡോ ഇസഡ് ബൈ ഡോ വൈ എന്ത് കിട്ടുന്നു, മൈനസ് 2y എന്നും കിട്ടുന്നു. ഇനി ഇതെല്ലാം നമുക്ക് കൊടുക്കാം, എളുപ്പമാണ്, വലിയ പാടൊന്നുമില്ല. ഞാൻ താഴെ എഴുതുവാണേ, വിച്ച് ഈസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ എഫ് വെക്ടർ എഫ് എന്തായിരുന്നു, എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെ ആണ്, ഡോട്ട് എൻ ക്യാപ്പ് എന്താ, മൈനസ് ഡോ ഇസഡ് ബൈ ഡോ എക്സ്. അപ്പൊ ഡോ ഇസഡ് ബൈ ഡോ എക്സ് എന്താ, മൈനസ് 2x ആയിട്ട്, മൈനസ് ഡോ ഇസഡ് ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ 2x ഐ മൈനസ് ഡോ ഇസഡ് ബൈ ഡോ വൈ ആണ്, ഡോ ഇസഡ് ബൈ ഡോ വൈ മൈനസ് 2y. അപ്പൊ മൈനസ് മൈനസും പ്ലസ് ആയിട്ട് പ്ലസ് 2yj വരുന്നു പ്ലസ് കെ ഇൻറ്റു ഡി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഡി എക്സ് ഡി വൈ ആണെന്ന് അറിയാം. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, ഇനി നമ്മൾ ഇതിന്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുത്തേ,
ഡോട്ട് എടുക്കാന്ന് പറയുമ്പോൾ എന്താ ഐ കമ്പോണന്റ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റിന്റെ ഐ കമ്പോണന്റ് സെക്കൻഡിന്റെ ഐ കമ്പോണന്റ് എന്താ എക്സ് ഇൻറ്റു 2x എന്താ 2x² പ്ലസ് അടുത്തതോ ജെ കമ്പോണന്റ് y ഇൻറ്റു 2y എന്താ 2y² പ്ലസ് അടുത്തതോ z ഇൻറ്റു 1 എന്താ z dx dy എന്ന് വരും. ഈ 2x² പ്ലസ് 2y² പ്ലസ് z എന്നാണ് വന്നേക്കുന്നത്. നമ്മൾ സർഫസ് ഇന്റഗ്രലിനകത്തൊക്കെ പഠിച്ചിട്ടുള്ള കാര്യമാണ്. നമ്മളിപ്പോ xy പ്ലെയിനിലോട്ട് കൺവേർട്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? ഇസഡിന്റെ ടേം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നമ്മൾ എക്സിനും വൈയിലും ഉള്ളതിലേക്ക് മാറ്റണം. ഇവിടെ നോക്കുമ്പോൾ ഇന്റഗ്രലിനകത്ത് ഇസഡിന്റെ ഒരു ടേം ഉണ്ട്. ഇപ്പൊ ഇസഡ് എന്താണ് ഇവിടെ ക്വസ്റ്റിനകത്ത് നോക്കൂ, ഇസഡ് എന്താണെന്ന് നോക്കൂ. 1 മൈനസ് x² മൈനസ് y² അല്ലേ? അപ്പൊ നമ്മൾ ഇസഡിന്റെ അവിടെ ഈ 1 മൈനസ് x² മൈനസ് y² കൊടുക്കണം. സർഫസ് ഇന്റഗ്രലിനകത്ത് ഇതൊക്കെ പറയുന്നതാണ്. 2x² മൈനസ് 2y² പ്ലസ് 1 മൈനസ് x² മൈനസ് y². ഈ dx dy നമുക്ക് എന്ത് കൊടുക്കാം? dA എന്ന് കൊടുക്കാം. ഓക്കെ, dA എന്ന് കൊടുക്കാം. dx dy എന്താ dA അല്ലേ? അപ്പൊ ഇതെന്താ നോക്കിയേ, 2x² മൈനസ് x² എന്താണ്? എന്താ x² പ്ലസ് 2y² മൈനസ് y² പ്ലസ് 1 dA. ഇനി നമ്മൾ ഇത് പോളാറിലോട്ട് കൺവേർട്ട് ചെയ്താൽ പോരെ? പോളാറിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാ വരുന്നത്? പോളാറിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ dA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ r dr dθ ആവും. r വേരിയസ് ഫ്രം എന്താ 0 to 2π ആണ്. സോറി, തീറ്റ വേരിയസ് ഫ്രം 0 to 2π ആണ്. സോറി തീറ്റ ആണ്. r വേരിയസ് ഫ്രം എന്താ വരുന്നത്? r വേരിയസ് ഫ്രം എങ്ങനെ കിട്ടും? നമ്മുടെ ഇക്വേഷൻ എന്താ? z ഈസ് ഈക്വൽ ടു 1 മൈനസ് x² മൈനസ് y² ആണ്. അപ്പൊ xy പ്ലെയിനിലോട്ട് മാറ്റുമ്പോൾ ഇസഡിന്റെ വാല്യൂ എന്തായി മാറും? 0 ആയി മാറും. അപ്പൊ 0 ഈസ് ഈക്വൽ ടു 1 മൈനസ് x² മൈനസ് y², വിച്ച് ഇംപ്ലൈസ് നമുക്ക് എന്ത് കിട്ടും? x² പ്ലസ് y² ഈസ് ഈക്വൽ 1 എന്ന് കിട്ടത്തില്ല. ഇതെന്ന് പറയുന്നത് എന്താ? ഒരു സർക്കിൾ അല്ലേ, യൂണിറ്റ് സർക്കിൾ അല്ലേ, സെന്റർ 0 0 റേഡിയസ് 1 ആയിട്ടുള്ള സർക്കിൾ അല്ലേ? ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്? പോളാറിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ? അപ്പോൾ പോളാറിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ x² പ്ലസ് y² എന്താണ്? x² പ്ലസ് y² ഈസ് ഈക്വൽ ടു r² അല്ലേ? അപ്പൊ കൊടുക്കാം, x² പ്ലസ് y²ന്റെ അവിടെ r² കൊടുക്കുന്നു. അപ്പൊ r² പ്ലസ് 1 dAയുടെ അവിടെ എന്ത് കൊടുക്കുന്നു? r dr dθ കൊടുക്കുന്നു. r വേരിയസ് ഫ്രം എന്താ? ഇവിടെ റേഡിയസ് എന്താ 1 അല്ലേ? അപ്പൊ 0 to 1. തീറ്റ വേരിയസ് ഫ്രം 0 to 2π. ഇനി നമ്മൾ ഇത് ഇന്റഗ്രേഷൻ ചെയ്യുന്നു. ഈ r അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ 0 to 2π 0 to 1 r³ പ്ലസ് r dr dθ വിച്ച് ഈസ് ഈക്വൽ ടു 0 to 2π ഇന്റഗ്രേഷൻ ചെയ്ത് r-ന്റെ ഇന്റഗ്രൽ എന്താ? r³ എന്താ r റൈസ് ടു 4/4 പ്ലസ് r²ന്റെ r-ന്റെ എന്താ r²/2 0 to 1 dθ. ഇതെന്ത് കിട്ടുന്നു? 1/4 പ്ലസ് 1/2 അല്ലേ? അപ്പോൾ എന്ത് കിട്ടുന്നു? 1/4 പ്ലസ് 1/2 0 to 2π dθ. എന്ത് കിട്ടും? ഇത് ഇവിടെ ഡിനോമിനേറ്ററിൽ 4 ആക്കാനായിട്ട് 2 മൾട്ടിപ്ലൈ ചെയ്താൽ 3/4 എന്ന് കിട്ടും അല്ലേ? 3/4. അപ്പോൾ 3/4 ഇന്റഗ്രൽ dθ എന്താണ്? തീറ്റയാണ്. 0 to 2π. ആൻസർ എന്ത് കിട്ടുന്നു? 3/4 ഇൻറ്റു 2π മൈനസ് 0 വിച്ച് ഈസ് ഈക്വൽ ടു 3/4 ഇൻറ്റു 2π. ഈ 2 2 വെട്ടിയിട്ട് ഇവിടെ താഴെ ഒരു 2 വരുന്നു. അപ്പൊ 3π/2 എന്ന് ആൻസർ കിട്ടും. 3π/2 ഫൈനൽ ആൻസർ എന്താണ്? 3π/2. ഓക്കെ അല്ലേ? ഇനി പാർട്ട് ബിയിലെ മറ്റൊരു ക്വസ്റ്റ്യൻ, ഓറായിട്ട് വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എ ക്വസ്റ്റ്യൻ ആണ്. ഇവാലുവേറ്റ് the line integral over CA y² dx plus x² dy using Green's theorem, where C is the square with vertices 0, 0, 1, 0, 1, 1, 0, 1, oriented counterclockwise, ഓക്കെ അല്ലേ? ചെയ്യാം. ഗ്രീൻസ് തിയറം ഉപയോഗിച്ചിട്ട് ചെയ്യാനാണ്. അപ്പൊ അറിയാമല്ലോ, ഗ്രീൻസ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് എഴുതുന്നു. എഫ് ഡി എക്സ് ഇക്വേഷൻ എഴുതാം. എഫ് ഡി എക്സ് പ്ലസ് ജി ഡി വൈ ഈസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ
ഡോ ജി ബൈ ഡോ എക്സ് മൈനസ് ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു ഡി എക്സ് ഡി വൈ. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇന്റഗ്രൽ ഓവർ സി എ വൈ സ്ക്വയർ ഡി എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ഡി വൈ ആണ് വന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് നിങ്ങൾ എഫും ജി ഐഡന്റിഫൈ ചെയ്യുന്നു. എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി എക്സിന്റെ കൂടെയുള്ള ടീമും ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി വൈയുടെ കൂടെയുള്ള ടീമും. അപ്പൊ എഫ് എന്താണ്? വൈ സ്ക്വയർ എന്നും ജി എന്താണ്? എക്സ് സ്ക്വയർ എന്ന് കിട്ടുന്നു. എഫിനെ വിത്ത് റെസ്പെക്ട് വൈയിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഡോ എഫ് ബൈ ഡോ വൈ എന്ത് കിട്ടുന്നു? 2y എന്നും ജിനെ ഡോ ബൈ ഡോ എക്സ് എക്സിൽ ചെയ്യുന്നപ്പോൾ 2x എന്ന് കിട്ടുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ്? നമ്മുടെ ഗ്രീൻസ് തിയറം ഉപയോഗിച്ചിട്ട് ഇന്റഗ്രൽ ഓവർ സി എ വൈ സ്ക്വയർ ഡി എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ഡി വൈ ഇസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡോ ജി ബൈ ഡോ എക്സ് മൈനസ് ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു ഡി എക്സ് ഡി വൈ. ഇത്രയും സംഭവങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്റഗ്രൽ ലിമിറ്റ് വേണം. ഇന്റഗ്രൽ ലിമിറ്റ് എങ്ങനെ കാണുന്നത്? ഇന്റഗ്രൽ ലിമിറ്റ് കാണാനായിട്ട് അവർ ക്വസ്റ്റ്യനിൽ സ്ക്വയർ വിത്ത് വെർട്ടിസസ്, അതായത് ഒരു സ്ക്വയർ തന്നിട്ടുണ്ട്, വെർട്ടിസസ് തന്നിട്ടുണ്ട്. അത് എങ്ങനെയാ വരുന്നത്? 0 0 a 0 0 a a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് വേരിയസ് ഫ്രം 0 to a, വൈ വേരിയസ് ഫ്രം 0 to a അല്ലേ വരുന്നത്? സോറി, എ അല്ലല്ലോ, ക്വസ്റ്റ്യനകത്ത് 1 ആയിരുന്നില്ലേ? സോറി 1 ആയിരുന്നേ. 0 to 1 0 to ഒരു സെക്കൻഡ് ശ്രദ്ധിച്ചില്ല. ഓക്കെ, 1 1 1 0 0 1. ഓക്കെ, അപ്പൊ എക്സ് വേരി ചെയ്യുന്നത് 0 to 1 വൈ വേരി ചെയ്യുന്നത് 0 to 1 ആണേ. അപ്പൊ ഞാൻ കൊടുത്തോട്ടെ, വിച്ച് ഇസ് ഈക്വൽ ടു 0 to 1 0 to 1 2 എടുത്ത് വെള്ളിട്ടു. 2x മൈനസ് 2y 2 എടുത്ത് കോമൺ ആയിട്ട് എടുത്ത് വെള്ളില്ല, 2 എടുത്ത് വെള്ളിട്ടു. അപ്പൊ എക്സ് മൈനസ് വൈ ഡി എക്സ് ഡി വൈ, ഞാൻ ആ ഓർഡറിൽ തന്നെയാണ് കൊടുത്തത്. ഡി എക്സ് ഡി വൈയിൽ തന്നെ ചെയ്യണം. 2 ഇൻറ്റു 0 to 1 ആദ്യം ഡി എക്സിലാണ് ചെയ്യുന്നത്. അപ്പോൾ എക്സിന്റെ ഇന്റഗ്രൽ എന്താണ്? എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് വൈ ഇൻറ്റു ഇന്റഗ്രൽ വൈ എന്താണ്? ഡി എക്സ് ചെയ്യുമ്പോൾ വൈ എക്സ് 0 to 1 ഡി വൈ. ഓക്കെ, ഇനി നമുക്ക് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുമ്പോഴത്തേക്ക് 2 ഇൻറ്റു 0 to 1 1/2 മൈനസ് എന്ത് കിട്ടുന്നു? വൈ എന്ന് കിട്ടുന്നു അല്ലേ, ഇൻറ്റു ഡി വൈ. എക്സിന്റെ അവിടെ ആണ് 1 കൊടുക്കുന്നത്. ഇനി ഇതിനെ വിത്ത് റെസ്പെക്ട് വൈയിൽ ചെയ്യുമ്പോൾ 2 ഇൻറ്റു 1/2ന്റെ എന്താണ്? വിത്ത് റെസ്പെക്ട് വൈയിൽ ചെയ്യുമ്പോൾ 1/2 വൈ എന്ന് കിട്ടുന്നു, മൈനസ് വൈയുടെ എന്താ ഇന്റഗ്രൽ വരുന്നത്? വൈ സ്ക്വയർ ബൈ 2 എന്ന് കിട്ടും. 0 to 1 ലിമിറ്റ് 2 ഇൻറ്റു ലിമിറ്റ് കൊടുക്കുമ്പോൾ 1/2 മൈനസ് 1/2. ആൻസർ എന്ത് കിട്ടുന്നു? 0 എന്ന് കിട്ടും ആൻസർ. ഓക്കെ, ഇന്റഗ്രൽ ലിമിറ്റ് സോറി ഈ ഇന്റഗ്രൽ വാല്യൂ എന്താണ്? 0 ആണ് കിട്ടുന്നത്. ഇനി ഇതിന്റെ തന്നെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ, ബി ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഫൈൻഡ് ദ വർക്ക് performed by the force field vector f of xy z is equal to x square plus y square ia minus 2xyj on a particle that traverses the rectangle C in the counter clockwise direction bounded by the line x is equal to a, y is equal to minus a and y is equal to 0, y is equal to b. Okay, x വേരി ചെയ്യുന്നത് സോറി x is equal to a, y is equal to minus a അല്ലേ. x is equal to a, x is equal to minus a ആണ്. y is equal to 0, y is equal to b. ഓക്കെ, ഇവിടെ നമ്മൾ വർക്ക് കാണാനാണ്. വർക്ക് കാണുന്നത് എങ്ങനെയാ? പഠിപ്പിച്ചല്ലേ ഗ്രീൻസ് തിയറം വെച്ചിട്ട് എഫ് ഡോട്ട് ഡി ആർ. അപ്പൊ അറിയാം എന്താ വർക്ക് ആണ്. ഗ്രീൻസ് തിയറം ഉപയോഗിച്ചിട്ട് എഫ് ഡോട്ട് ഡി ആർ ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ അപ്പൊ എന്ത് വരുന്നു? ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡോ ജി ബൈ ഡോ എക്സ് മൈനസ്
ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു ഡി എക്സ് ഡി വൈ. ഓക്കെ, വെക്ടർ എഫ് തന്നിട്ടില്ലേ? വെക്ടർ എഫ് എന്താ? വെക്ടർ എഫ് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ഐ എ മൈനസ് 2xy j ആണ്. ആദ്യം നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിലുള്ള ടേം കാണണം, എങ്കിൽ മാത്രമേ നമുക്ക് ഈ ജിയും എഫും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ എഫ് ഡോട്ട് ഡി ആറിനെ നമ്മൾ എങ്ങനെ ഫോമിലാക്കി എടുക്കണം? എഫ് ഡോട്ട് ഡി ആർ എന്ന് പറയുന്ന നമ്മുടെ ഗ്രീൻസ് തിയറത്തിന്റെ ലെഫ്റ്റ് സൈഡ് എന്തായിരുന്നു? എഫ് ഡി എക്സ് പ്ലസ് ജി ഡി വൈ അല്ലേ? അപ്പൊ ആ ഒരു ഫോമിലോട്ട് നമ്മൾ ഈ എഫ് ഡോട്ട് ഡി ആറിനെ മാറ്റിയെടുക്കും. ഡി ആർ എന്താന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഡി ആർ എന്താ? ഡി എക്സ് ഐ എ പ്ലസ് ഡി വൈ ജെ എ പ്ലസ് ഡി ഇസഡ് കെ അല്ലേ? എഫ് ഡോട്ട് ഡി ആർ എന്ത് വരുന്നു? ഡോട്ട് പ്രോഡക്റ്റ് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ഐ എ മൈനസ് 2xy ജെ എ ഡോട്ട് ഡി എക്സ് ഐ എ പ്ലസ് ഡി വൈ ജെ എ പ്ലസ് ഡി ഇസഡ് കെ ആണ്. ഓക്കെ, ഡോട്ട് എടുക്കുമ്പോൾ എന്ത് കിട്ടുന്നു? ഐ കമ്പണന്റ് നമ്മൾ ഡോട്ട് എടുത്ത് അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, ഇനി ജെ കമ്പണന്റ് നമ്മൾ നോക്കിയേ പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു ഡി എക്സ്, ജെ കമ്പണന്റ് നോക്കിയാൽ മൈനസ് 2xy ഇൻറ്റു ഡി വൈ, കെ കമ്പണന്റ് എന്തോ ഇല്ല. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടുന്നു? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡി എക്സ് മൈനസ് 2xy dy എന്ന് കിട്ടിയിട്ടുണ്ട്. കിട്ടിയോ? എഫ് ഡോട്ട് ഡി ആർ ഇന്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ അപ്പൊ എന്തായി? ഇന്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ സി എന്തായി മാറി? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡി എക്സ് മൈനസ് 2xy dy. അതായത് നമ്മുടെ ഗ്രീൻസ് തിയറത്തിന്റെ ലെഫ്റ്റ് സൈഡിൽ ആ ഒരു ഫോമിലായില്ലേ? ഇനി ഇതിനകത്തും നമുക്ക് എഫും ജിയും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റരുത്. എഫ് എന്താണ്? ഡി എക്സിന്റെ കൂടെയുള്ള ടേം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, ജി എന്താണ്? മൈനസ് 2xy. എഫിനെ വിത്ത് റെസ്പെക്ട് എന്തിലാണ് ചെയ്യേണ്ടത്? ഡോ എഫ് ബൈ ഡോ വൈ അല്ലേ? അപ്പൊ എന്ത് കിട്ടുന്നു? 2y കിട്ടുന്നു. ഡോ ജി ബൈ ഡോ എക്സ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? മൈനസ് 2y കിട്ടുന്നു. ഓക്കെ, ഇനി ഇത് ഈ ഏതിനാ കൊടുക്കണ്ടേ? ഇതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിച്ചു. ഇക്വേഷൻ നമ്പർ 1 ആണ്. ഇക്വേഷൻ നമ്പർ 1 കൊണ്ടുപോയി കൊടുക്കും. ഇക്വേഷൻ നമ്പർ 1 കൊണ്ടുപോയി കൊടുക്കുമ്പോൾ എന്ത് കിട്ടുന്നു? ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ എന്ന് പറയുന്നത് എന്ത് കിട്ടുന്നു? എന്താ? ഇന്റഗ്രൽ ഓവർ സി എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡി എക്സ് മൈനസ് 2xy dy ആണ് എഫ് ഡോട്ട് ഡി ആർ, വിച്ച് ഇസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ എന്താ? ഡോ ജി ബൈ ഡോ എക്സ് മൈനസ് ഡോ എഫ് ബൈ ഡോ വൈ അല്ലേ? അപ്പോൾ മൈനസ് 2y മൈനസ് 2y ഇൻറ്റു ഡി എ. മൈനസ് 2y മൈനസ് 2y എന്തായി മാറുന്നു? മൈനസ് 4y ആവും. മൈനസ് 4y ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി എക്സ് ഡി വൈ ആണ്. ഓക്കെ, ഇന്റഗ്രൽ ലിമിറ്റ് അറിയാമല്ലോ. ഞാനിപ്പോൾ ഡി എക്സ് ഡി വൈ എന്നാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ എക്സിന്റെ ലിമിറ്റ് ആണ് അകത്ത് കൊടുക്കേണ്ടത്. മൈനസ് എ ടു എ. വൈ വേരി ചെയ്യുന്ന എങ്ങനെയായിരുന്നു? 0 to b ആയിരുന്നു. ചെയ്യാം ബാക്കി. അപ്പോൾ ആദ്യം നമ്മൾ ഡി എക്സിലാണ് ചെയ്യണേ. അപ്പോൾ ഡി എക്സിന്റെ ഇന്റഗ്രൽ എന്താണ്? എക്സ് ആണ്. അപ്പോൾ 0 to b മൈനസ് 4y ഇൻറ്റു എക്സ് കൊടുത്തു മൈനസ് എ ടു എ ഡി വൈ. ഓക്കെ, ഇന്റഗ്രൽ ഡി എക്സിന്റെ ആണ് എക്സ് എഴുതിയേക്കുന്നത്. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് 0 to b മൈനസ് 4y, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് മൈനസ് മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് എ ആയി മാറുന്നു. ഡി വൈ എ പ്ലസ് എ എന്താണ്? 2a ആണ്. 2a എടുത്ത് വെളിയിൽ ഇടുന്നു. ആ 2a ഈ മൈനസ് 4 എടുത്ത് വെളിയിൽ. അപ്പൊ 2a ഇൻറ്റു മൈനസ് 4 എന്താ? മൈനസ് 8a ആവുന്നു. മൈനസ് 8a ഇൻറ്റു ഇന്റഗ്രൽ 0 to b y dy എന്നാണ്. ഇസ് ഈക്വൽ ടു മൈനസ് 8a ഇന്റഗ്രൽ y എന്താണ്? y സ്ക്വയർ ബൈ 2 ആണ്. 0 to b ആണ്. ഇറ്റ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടുന്നു? മൈനസ് 8a ഇൻറ്റു y സ്ക്വയറിന്റെ അവിടെ b കൊടുക്കുമ്പോൾ ലോവർ ലിമിറ്റ് 0 അല്ലേ? അപ്പോൾ y സ്ക്വയറിന്റെ അവിടെ b കൊടുക്കുമ്പോൾ b സ്ക്വയർ ബൈ 2 എന്ന് കിട്ടുന്നു. ഇവിടുത്തെ 2ഉം ഇവിടുത്തെ 4 ഇവിടുത്തെ 8ഉം 2ഉം കൂടെ വെട്ടിയിട്ട് 4 ആവുന്നു. മൈനസ് 4ab സ്ക്വയർ. ആൻസർ അപ്പോൾ എന്ത് കിട്ടുന്നു? മൈനസ് 4ab സ്ക്വയർ എന്ന് കിട്ടുന്നു. ഓക്കെ, സെറ്റ് അല്ലേ? ഇത്രയാണ് നമ്മുടെ ചലഞ്ച് കോഴ്സിനകത്ത് ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്തത്. ഈ മോഡലിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മുടെ ക്ലാസ് റൂമിനകത്തുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി. പിന്നെ കറക്റ്റായിട്ട് ഇതെല്ലാം ചെയ്ത് പഠിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് എക്സാമിന് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇതിന്റെ കൂടെ ഒരു ക്വസ്റ്റ്യനും കൊണ്ടുണ്ടായിരുന്നേ. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ടായി. ഞാൻ ഇതിന്റെ ഒരു ബി പാർട്ടും കൂടെ ഉണ്ടായിരുന്നു, അതും കൂടെ ചെയ്യാം. ഞാൻ വിട്ടുപോയി.
അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കും. ഇതിന്റെ കൂടെ ഒരു സബ്പാർട്ട് ഉണ്ടായിരുന്നു. യൂസ് ഡൈവർജൻസ് തിയറം. Use divergence theorem to find double integral over sigma vector f dot n cap ds where vector f of xyz is equal to xi plus yj plus zk and sigma is the surface of the unit cube bounded by the plane x is equal to 0, x is equal to 1, y is equal to 0, y is equal to 1 and z is equal to 0, z is equal to 1. ഓക്കെ, എല്ലാ സാധനവും കിട്ടിയിട്ടുണ്ട്. ലിമിറ്റുകളെല്ലാം തന്നിട്ടുണ്ട്. ഡൈവർജൻസ് തിയറം അറിയാമല്ലോ. ഡൈവർജൻസ് തിയറത്തിന്റെ ഫോർമുല എന്താണ്? ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ എഫ് ഡോട്ട് എൻ ക്യാപ്പ് ഡി എസ് ഇസ് ഈക്വൽ ടു ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ ജി ഡൈവർജന്റ് വെക്ടർ എഫ് ഡി വി ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഡൈവർജന്റ് കാണാം അല്ലേ. വെക്ടർ എഫ് തന്നിട്ടുണ്ട്. വെക്ടർ എഫ് എന്താണ്? എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെ ആണ്. അപ്പൊ ഡൈവർജന്റ് വെക്ടർ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് വൈ പ്ലസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് ഇസഡ് വിച്ച് ഇസ് ഈക്വൽ എന്ത് കിട്ടുന്നു? 1 + 1 + 1 3 എന്ന് കിട്ടുന്നു. കൊടുക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1 കൊടുക്കുമ്പോൾ നമുക്ക് എന്തെടുക്കാം? ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ എഫ് ഡോട്ട് എൻ ക്യാപ്പ് ഡി എസ് ഇസ് ഈക്വൽ ടു എന്തെടുക്കാം? ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ ജി ഡൈവർജന്റ് വെക്ടർ ഓഫ് 3 ആണ്. 3 × dv. ഓക്കെ, ആ 3 എടുത്ത് വെളിയിലിട്ട് കഴിഞ്ഞാൽ ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ ജി ഡി വി. ട്രിപ്പിൾ ഇന്റഗ്രലിനകത്ത് ഡി വി വന്നു കഴിഞ്ഞാൽ എന്താ? വോളിയം അല്ലേ? ട്രിപ്പിൾ ഇന്റഗ്രലിനകത്ത് ഡി വി വന്നാൽ വോളിയം അല്ലേ? അപ്പോൾ 3 × വോളിയം ഓഫ് ദ യൂണിറ്റ് ക്യൂബ്. ഇവിടെ ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട് യൂണിറ്റ് ക്യൂബാ അല്ലേ? സർഫസ് എന്താണ്? യൂണിറ്റ് ക്യൂബ് അല്ലേ? അപ്പോൾ യൂണിറ്റ് ക്യൂബിന്റെ വോളിയം ആണ്. ക്യൂബിന്റെ വോളിയം എന്താ? യൂണിറ്റ് ക്യൂബിന്റെ വോളിയം എന്താ? 1 അല്ലേ? അപ്പൊ 3 × 1 എന്ത് കിട്ടുന്നു? 3 എന്നാണ്. ഇത് 5 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. സിമ്പിൾ അല്ലേ ഇത്? ഇവിടെ എന്തെങ്കിലും വലിയ ഇന്റഗ്രേഷൻ വല്ലതും ഉണ്ടോ? സിമ്പിൾ ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മൊഡ്യൂളാണ് ഈ മൊഡ്യൂൾ 4 എന്ന് പറയുന്നത്. ഇതിനകത്തുള്ള മാക്സിമം പ്രോബ്ലംസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക. ഈ സ്റ്റോക്സ് തിയറം ഒക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് തന്നെ ആവുന്നത്. സ്റ്റോക്സ്, അതേപോലെ തന്നെ സർഫസ് ഇന്റഗ്രൽ, പിന്നെ മാസ് ഓഫ് ദ ലാമിന എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. മാസ് ഓഫ് ദ ലാമിന, പിന്നെ ഫ്ലെക്സ്, ഓക്കെ, പിന്നെ ഗ്രീൻസ് തിയറം. ഓക്കെ, ഈ ഗ്രീൻസ് തിയറത്തിന്റെ വർക്ക് ഡണിന്റെ പ്രോബ്ലം പാർട്ട് ബിയിൽ ചോദിക്കാറുണ്ട്. പാർട്ട് എയിൽ ഏരിയ കാണുന്ന പ്രോബ്ലമാണ്. 3 മാർക്ക് ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളത് നിങ്ങൾ കൂടുതലായിട്ട് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഞാനൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരാം. ഏരിയ കാണാനായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്കിന് ചോദിക്കാറുള്ളതാണ് ഒത്തിരി തവണ. അതായത് 2024 തന്നെ കഴിഞ്ഞ വർഷം തന്നെ 2 തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. യൂസിങ് ഗ്രീൻസ് തിയറം find the area of the region stepped out by the line from origin to the ellipse x is equal to a cos t, y is equal to b sin t if t varies from t is equal to 0 to t is equal to t naught. ഇനി
ബ്രാക്കറ്റിൽ 0 ലെസ് ദാൻ നോർ ഈക്വൽ ടു ടി നോട്ട് ലെസ് ദാൻ നോർ ഈക്വൽ ടു 2 പൈ. ഈ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയേക്കണേ. നമ്മൾ ക്ലാസ് ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിലാണെന്ന് തോന്നുന്നു. ഫസ്റ്റ് ക്ലാസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആപ്പിനകത്തുണ്ട്. അപ്പോൾ നോക്കുക, ഇതേപോലത്തെ പ്രോബ്ലംസ് ഒക്കെയാണ് എക്സാമിന് ചോദിക്കുന്നത്. ഇത് കൂടുതൽ ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ക്ലിയർ ചെയ്തോ. താങ്ക് യു.